ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഒരു ഗുരുവായൂർ പ്രോഗ്രാം ഡേ വ്ളോഗാണ്. സോ എനിക്ക് സൺഡേ ആണ് പ്രോഗ്രാം. അപ്പോൾ സാറ്റർഡേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പം കോളേജിൽ നിന്ന് ഇറങ്ങി. ആൻഡ് അവിടെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ആക്ച്വലി എത്തിയത്. ബസ് കുറച്ച് ചുറ്റിയായിരുന്നു ചെന്നത്. ആഫ്റ്റർ ദർശനം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പ്രോഗ്രാം ചെയ്യുന്നത്, എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം, എനിക്ക് അവിടുത്തെ ഫേവറേറ്റ് ഗുരുവായൂരത്തെ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ പഴയിടവും പിന്നെ രാമകൃഷ്ണ ആൻഡ് ബികാഷ് ബാബു അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോളും മേക്കപ്പ് ചെയ്യാനൊക്കെ പിന്നെ കുറച്ച് റൂംസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡാൻസ് ചെയ്യാനുള്ള കുട്ടികൾ ചിലപ്പോൾ രാവിലെ കുറച്ചൊരു വൈകിട്ട് അങ്ങനെയായിട്ട് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് കിടന്നിട്ട് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് രാവിലെ 2:30 നിർമ്മാല്യം തൊഴാൻ ചെല്ലണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ആൻഡ് കൃഷ്ണനാട്ടം കാണണമെന്ന് ഞാൻ കുറേ വാശി പിടിച്ചിട്ട് അവരെ വിളിച്ചുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെയാണ് ചെന്നത്. അങ്ങനെ കൃഷ്ണനാട്ടം കുറച്ച് തീരാനായി ചെന്നപ്പോഴേക്കും അങ്ങനെ അതൊക്കെ കണ്ടു, നല്ലപോലെ തൊഴാനൊക്കെ പറ്റി. സോ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം മമ്മിയൂരേക്ക് പോയി. മമ്മിയൂർ പോയി അവിടുത്തെ ദർശനം കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഗുരുവായൂർ വന്നു. അപ്പോഴേക്കും കുട്ടികളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇതാണ് ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും ഈ മേക്കപ്പ് ചെയ്യുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് പെർഫോമൻസും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതും അതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യണ ഒരാളാണ്. സോ അപ്പോൾ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഡാൻസ് വ്ളോഗിൻ്റെ പ്രോഗ്രാം ഡേ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കലോത്സവം വ്ളോഗിലൊക്കെ അരുൺ ചേട്ടൻ. അപ്പോൾ അരുൺ ചേട്ടൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുറേ നല്ല ആയിട്ട് ഒരുക്കി. അങ്ങനെ നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ദേവനന്ദനും ഉണ്ട്. അപ്പോൾ ഞങ്ങളാണ് സീനിയർ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാർക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോർഡിനേഷൻ എന്ന് പറയുന്നൊരു പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ ബാക്ക് സ്റ്റേജ് പരിപാടികൾ അധികം അങ്ങനെ ചെയ്യാറില്ല. പെർഫോമൻസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ. ഇപ്പോൾ സ്റ്റേജിൽ കേർട്ടൻ പിടിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തന്നെയൊക്കെ പിടിച്ച് അതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് അണിയറ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും അത്യാവശ്യം നല്ല പോലെ സമാധാനപരമായിട്ട് കളിച്ചു മാറി ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട്. ആൻഡ് നമ്മൾ തിരിച്ച് പെർഫോമൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് തിരിച്ച് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നു മേക്കപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗുരുവായൂർ ഇപ്പോൾ എൻ്റെ ഈ വർഷത്തെ 2ാമത്തെ പെർഫോമൻസാണ്. അപ്പോൾ നമുക്ക് ഓരോ വട്ടം കളിച്ച് കഴിയുമ്പോഴും ഇനിയും വരണം, കളിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ ഇപ്പോൾ കളിച്ചിറങ്ങിയതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ആൻഡ് അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നമ്മൾ
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു ചാൻസ്. ആക്ച്വലി നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയ ഒരു ബുക്കിംഗ് ആയിരുന്നു. അപ്പം അതിന് ഒക്കെ ഒരു ഭഗവാന്റെ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അത് നന്നായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.